ഇവിടയിൽ ഇറാനും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ്. പ്രത്യേകിച്ച് ട്രംപ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എക്കണോമിക് ബ്ലോക്കേഡ് ഇത് വളരെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇറാനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി ട്രംപിന്റെ ഡേ ബ്ലോക്കേഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ഞങ്ങൾക്കതൊരു വിഷയമൊന്നുമില്ല, ഞങ്ങളുടെ മേളിൽ പണ്ടേ അമേരിക്കയുടെ ഉപരോധങ്ങളുണ്ട്, അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതിനെയൊക്കെ മറികടന്ന് വന്നവരാണ് എന്നുള്ള രീതിയിലേക്കാണ് അബ്ബാസ് അരക്ചി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം ഇന്ന് അബ്ബാസ് അരക്ചിയും അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫും കൂടി ചേർന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് റിസഷൻ വളരെ ഡീപ്പായിട്ട് ഇറാനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന് IRGC ഹാർഡ് കോർ ക്ലറിക്സ് അവരുടെ ഡോമിനേഷൻ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. കാരണം പൊതുജനങ്ങളുടെ വികാരം ഈ ക്ലറിക്സിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഈ പട്ടിണി, അത് തന്നെയാണ് കാരണം. അപ്പോൾ ഇപ്പം നിലവിൽ അബ്ബാസ് അരക്ചിയും ഗാലിബാഫും പറയുന്ന വിഷയങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പിന്തുണയ്ക്കാനും എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കൂട്ടർ IRGCയുടെ ക്ലറിക്സ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കൂട്ടർ ട്രംപിനെ കൊല്ലണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം ഇന്നലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ 40 കപ്പലുകളാണ് കടന്നുപോയത്. അത് വെള്ളിയാഴ്ച ടു ശനിയാഴ്ച ആ ഒരു ടൈമിൽ 40 ഷിപ്സ്, 40 കപ്പലുകളാണ് കടന്നു പോയിരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന സൗത്ത് പാർക്ക് ഗ്യാസ് സ്റ്റേഷൻ, അത് ഏതാണ്ട് 70% അതിൻ്റെ റിപ്പയർ വർക്ക് ഇറാൻ പൂർത്തീകരിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ്റെ ബെസ്ജി ഫോഴ്സിൻ്റെ തലവൻ, അതൊരു ക്ലറിക്കാണ്, IRGCയുടെ തീവ്ര നിലപാടുള്ള ഒരു ക്ലറിക് ലീഡറാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് വീണ്ടും ഇറാൻ നെഗോസിയേഷനിലേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ, അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്, ഞങ്ങൾ IRGC അതിനെ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് മനസ്സിലായല്ലോ. അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായിട്ട് നെഗോസിയേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അമേരിക്കയുടെ കാല് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇറാൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുമെന്നാണ് ഈ IRGCയുടെ ക്ലറിക് ചൂണ്ടിക്കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പട്ടിണി കടന്ന് ചത്താലും വേണ്ടില്ല, അമേരിക്കയുടെ കാല് പിടിക്കരുതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ ബെസ്ജി ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം പോലെയാണ് ഇറാൻ്റെ ഉള്ളിൽ. ഇറാൻ്റെ ആർമി ചീഫ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ പുതിയ നിയമം അനുസരിച്ച് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യാവുന്നതാണ്, അതിനവർക്ക് പെർമിഷൻ ഉണ്ടത്രേ. IRGCക്ക് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള പെർമിഷൻ ഉണ്ടെന്നാണ് അവർ ഓപ്പണായിട്ട് വിളിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ടൈം പാസിന് ഇപ്പം UAEക്ക് മേളിലോ അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ അറാംകോ എണ്ണ സ്ഥാപനങ്ങൾക്ക് മേളിലോ ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഏത് രാജ്യങ്ങൾക്ക് മേളിലും ഞങ്ങൾക്ക് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് IRGC പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആക്രമണം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു വിഷയം താല്പര്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു മിസൈൽ അങ്ങോട്ട് അയക്കും. ഇതാണ് ഇറാൻ്റെ മെസ്സേജ്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇറാൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന തീവ്രമായിട്ടുള്ള എക്കണോമിക് റിസഷനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ട്രംപ് ഇപ്പം ഈ ഇടപെട്ട കാലയളവിൽ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇറാൻ്റെ ഉള്ളിൽ ട്രംപ് ഏർപ്പാടാക്കിയിരിക്കുന്ന എക്കണോമിക് ബ്ലോക്കേഡ് അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ട്രംപ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ഡയലോഗ് അടിയുടെ ആവശ്യമൊന്നുമില്ല. ഇറാൻ കൺമുന്നിൽ തന്നെ എക്കണോമിക് ക്രൈസിസിൽ കിടന്ന് വലയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ആക്രമണങ്ങളുടെ രീതി, അത് വെച്ചിട്ട് പല വിജയകഥകളും, ഇറാൻ നേടാത്ത വിജയങ്ങളൊക്കെ, ഇറാനെ കൊണ്ട് ഒരിക്കലും നേടാൻ കഴിയാത്ത വിജയങ്ങളൊക്കെ മറ്റുള്ളവർ ആഘോഷമായിട്ട് എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉള്ളിൽ. അതിലുപരിയായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾക്കപ്പുറം ഇറാന് ഒരു വിജയം ഇല്ല, അവർ നേടിയിട്ടില്ല, അവർ നേടാൻ കഴിയുകയുമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ക്രൈസിസിൽ കിടന്ന് എഴുതുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഗാലിബാഫ് ആണെന്നുണ്ടെങ്കിൽ ഹങ്കർ വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പട്ടിണി മരണങ്ങൾ സംഭവിക്കും ഇറാൻ്റെ ഉള്ളിൽ എന്നാണ് ഗാലിബാഫ്, ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. പലരും ഗാലിബാഫിനും അതേപോലെ അബ്ബാസ് അരക്ചിക്കും അമേരിക്കയുമായിട്ട് ചേർന്ന് പോകാനും അമേരിക്കൻ നിലപാടുകളോട് ചേർന്ന് പ്രവർത്തിക്കാനും താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇറാൻ്റെ ഉള്ളിലുള്ള ക്രൈസിസിനെ ഇങ്ങനെ പൊതുവിൽ വിളിച്ചു പറഞ്ഞ് പൊതുജനങ്ങളുടെ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇവരുടെ മേളിൽ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ IRGCയുടെ ഫേക്ക് നറേറ്റീവ് മാത്രമാണ്. പക്ഷേ ഗാലിബാഫിനും അതുപോലെ തന്നെ അബ്ബാസ് അരക്ചിക്കും നെഗോസിയേഷനിൽ മുന്നോട്ട് പോകാനും
ചർച്ചകൾ നടത്തി അവരുടെ എക്കണോമിക് റിസഷനിൽ നിന്നും ആ രാജ്യത്തിനെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചതായിട്ട് വാർത്തകൾ പലതും വരുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി വാർത്തകൾ വരുന്നത് ഇറാൻ്റെ ഉള്ളിൽ ഇവർക്കെതിരെയാണ്. ഇവർ രണ്ടുപേരും അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ ഏത് സാഹചര്യത്തിലും പോസിറ്റീവ് റെസ്പോൺസ് കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ പട്ടിണി അടക്കുമ്പോൾ പഠിച്ചോളും. പട്ടിണി ഒരിക്കലും ഫേക്ക് ആവില്ലല്ലോ. അത് വരുമ്പോൾ ഇറാനിയൻ ജനങ്ങൾ, പ്രത്യേകിച്ച് IRGC സപ്പോർട്ട് ചെയ്യുന്നവർ പഠിക്കും. തുർക്കി പല രീതിയിലുള്ള ഡയലോഗുകൾ, അതേപോലെ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനെ ഇന്റർപോളിനെ വെച്ച് അറസ്റ്റ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന തുർക്കിക്ക് വീണ്ടും ഇസ്രായേലിൻ്റെ വക ശക്തമായിട്ടുള്ള പ്രകരം. സിറിയയ്ക്കുള്ളിൽ വീണ്ടും ആക്രമണം ഇസ്രായേൽ. തുർക്കി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? തുർക്കി വേണ്ടി വന്നാൽ ഞങ്ങൾ യുദ്ധത്തിനിറങ്ങുമെന്ന് പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങളിപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ശക്തമായിട്ട് സിറിയയുടെ ഉള്ളിൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രായേലിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. തയ്യബ് എർദോഗന് ഇരുന്ന് കരയാൻ മാത്രമേ പറ്റുള്ളൂ. നെതന്യാഹു വീണ്ടും വീണ്ടും ആക്രമണം നടത്തും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇനി ഇന്റർപോൾ എന്നല്ല, ഇനി എന്ത് പോൾ പറഞ്ഞാലും, വാറ്റിക്കനിലെ പോപ്പ് ലിയോ പറഞ്ഞാലും ഇസ്രായേൽ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കും. അവർക്കൊരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ റിസോൾവ് ചെയ്യേണ്ട വിഷയമാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആക്രമണം നടത്തി തീർക്കേണ്ട വിഷയമാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ബോൾഡായിട്ട് തന്നെ അറ്റാക്ക് നടത്തും. ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനിയും നടത്തും. ഇതിന് തുർക്കി എന്നല്ല, പാകിസ്ഥാനല്ല, ഏത് മെക്ക പാക്റ്റിനും അതിനെ ചെറുത്ത് തോൽപ്പിക്കാനോ തടയാനോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇസ്രായേൽ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലെ കുർദ് സേനകൾ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അവിടെ സിറിയയ്ക്കുള്ളിൽ കുർദുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോഴ്സ് ഇല്ല. ഇനി സിറിയയുടെ സ്റ്റേറ്റ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ E1 പ്ലാൻ, ഇസ്രായേലിൻ്റെ E1 പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ജെറുസലേമിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം, അതാണ് E1. ആ ഒരു E1 പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ഏരിയ മൊത്തത്തിൽ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്യാൻ തീരുമാനിച്ച് അവിടെ നിരവധി ഏരിയകളിൽ ആക്രമണങ്ങൾ നടത്തുകയും അതുപോലെ സെർച്ച് നടത്തി അവിടെ താമസിച്ചിരുന്ന നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ നീക്കം ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത് നിന്ന്. ഇത് ഈസ്റ്റ് ജെറുസലേം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ ജെറുസലേം ടെമ്പിൾ അഥവാ ടെമ്പിൾ മൗണ്ട് ഇരിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഈസ്റ്റ് ജെറുസലേമിൻ്റെ ഭാഗമാണ് ഈ ഇൻ്റർനാഷണൽ സോണായിട്ട് പ്രവർത്തിക്കുന്ന ഈ അലക്സ മോസ്ക്, അതേപോലെ ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അത് ഇസ്രായേൽ ഏറ്റെടുക്കും എന്നുള്ളൊരു പേടി ഇപ്പം പല രാജ്യങ്ങളുടെ ഉള്ളിലും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര പ്രഷർ ആഗോളതലത്തിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഈസ്റ്റ് ജെറുസലേമിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു E1 ഏരിയ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്യരുത് എന്നുള്ള തരത്തിൽ ആഗോളതലത്തിൽ നിന്ന് പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഷറിനെ മറികടന്നുകൊണ്ടാണ് ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ ആ മേഖലയിൽ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് അറ്റം വരെ പോകും എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഒരു ഫ്രഷ് വാർ തന്നെ ഒരുപക്ഷെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ സാങ്ഷൻ ഇസ്രായേലിന് മേൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ E1 എന്ന് പറഞ്ഞ ആ ഒരു മേഖലയെ ഇസ്രായേൽ സീസ് ചെയ്യാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമാണ് യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഇൻഡസ്ട്രിയൽ സാങ്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. എന്തായാലും യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിലെ ഈസ്റ്റ് ജെറുസലേമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പാലസ്തീനിയൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ E1 എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന് എന്താണ് പ്രത്യേകത, ആ ഏരിയ എന്താണ്, ആ ഏരിയയിൽ ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ പുതിയ ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ വരാൻ പാടില്ല എന്ന് ആഗോളതലത്തിൽ ഈ ഫ്രീ പാലസ്തീൻ ടീമുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൂചനയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിനെതിരെയുള്ള സാങ്ഷൻ നോട്ടൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അതിൽ നിന്നും പിന്മാറുമെന്ന് തോന്നുന്നില്ല. അതാണ് ശരിക്കും ഈ ഫ്രീ പാലസ്തീൻ സപ്പോർട്ടേഴ്സിനെ അങ്കലാപ്പിലാക്കുന്നത്. വെസ്റ്റേൺ അലൈസ് റിബ്യൂക്ക് ഇസ്രായേൽ ഓവർ വെസ്റ്റ് ബാങ്ക് എന്നാണ് തലക്കെട്ട്. ഇപ്പം ഗാസ ഇപ്പം തീർന്ന് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ആണ് ഇപ്പം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആൾ ഐസ് ഓൺ ഗാസ നൗ ഷിഫ്റ്റഡ് ടു ആൾ ഐസ് ഓൺ വെസ്റ്റ് ബാങ്ക്. പ്രത്യേകിച്ച് E1 ഏരിയസ്. വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരു 17 വയസ്സ് ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 17 വയസ്സാണ്, അണ്ടർ ഏജ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.